എന്തായി ചേര? ഞാൻ ആ ഹെഡ് കോൺസ്റ്റബിൾ പരമേശ്വരനെ ചെന്ന് കണ്ടു. ഇതുവരെ അബുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അവർക്കല്ല അതിശയം. SP MLA ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞത്. സാഹിബ് ഒന്ന് പോയി കണ്ടാലോ? ഏയ്, ഞാൻ ഓൻ്റെ അടുത്ത് പോയി കഞ്ചൊന്നുമില്ല. ജനങ്ങളെ നോക്കണ്ട MLA, നാട് കാക്കണ്ട SP കൂടെ രാജ്യത്തിന് ഒറ്റ കൊടുക്കാൻ കൂട്ടു നിൽക്കണമെന്നാ ഓം പറഞ്ഞത്. സംഗതി ശരിയായിരിക്കാം. പക്ഷെ നടുറോഡിലിട്ട് അവരെ തല്ലിയത് വലിയ ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം അബുവിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നതാ നല്ലത്. ഞങ്ങൾ അബുവിനോട് പറഞ്ഞതാ, ഐഷയുടെ കല്യാണമായിട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണപ്പന്തൽ വന്ന് അവരവനെ പിടിച്ചോണ്ട് പോയാൽ അതിലും വിഷമാവില്ലേ? എന്നാ ഈ എന്നെ പോയി അവനോടൊന്ന് പറ. ദേവാരൂട്ടി, താൻ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. അവന്മാരാരാണെന്ന് തനിക്കറിയോ? 2 ദിവസത്തിനകം പട്ടാളം നേരിട്ട് വന്ന് SP തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അറിയും അബു ചെയ്ത നല്ല കാര്യം എന്തായിരുന്നു. ആ 2 ദിവസത്തേക്ക് താൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്നാ എന്റെ സാഹിബിന്റെ അഭിപ്രായം. ശേഖരമാമ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ ആയിഷമോളുടെ നിക്കാഹിന് ഞാനിവിടെ വേണ്ടെന്നോ? അത് ഈ തെമ്മാടികളെ പേടിച്ച്? തെമ്മാടികളായതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. നിയമവും അധികാരമൊക്കെ അവരുടെ കയ്യിലാ. എന്ത് ചെയ്യാൻ മടി കാണിക്കല? നിക്കാഹിനെക്കാളും വലുതാണ് എനിക്ക് നിക്ക. രാത്രിയിൽ എങ്ങനും വല്ല പോലീസും വന്ന് നിക്കാനെ പിടിച്ചോണ്ട് പോയാ ഞാൻ പിന്നെ ഈ നിക്കാഹിന് സമ്മതിക്കില്ല. ചേട്ടാ, ഇത് വലിയ പുലിവാലായല്ലോ. നീ കരയാതെ. രാത്രി ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. എന്നിട്ട് രാവിലെ നിക്കാഹിന് മുമ്പ് എത്തിക്കോളാം. എന്താ, സമാധാനായോ? ഞാനൊന്ന് അമ്പലം വരെ പോവുക. ഇന്ന് ആറാട്ടല്ലേ? മോള് വരുന്നില്ലേ? കൊടിയേറ്റ് കണ്ടാ കൊടിയിറക്കും കാണണമെന്നാ. എന്നാ ആയിഷയും കൂടി വാ. ഞാൻ വരുന്നില്ല, ചേച്ചി പോയിക്കോ. എല്ലാ ആറാട്ടിനും നീ വരുന്നതല്ലേ, ഇന്നും മുടക്കണ്ട. ഇത് നിന്റെ അവസാനത്തെ ഉത്സവം കാണാനാണ്. ആ കുണ്ടോട്ടിക്കാരൻ കല്യാണം കഴിച്ചോണ്ട് പോയാൽ പിന്നെ ഉത്സവം ഉണ്ടാവില്ല, ആറാട്ടം ഉണ്ടാവില്ല. ചെല്ല്. പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ലെന്നേ, നിങ്ങൾ വേഗം അമ്പലത്തേക്ക്. ശരി, വാ കുട്ടികളെ. കർത്തവ്യത് എവിടെ നിന്നാണ് വല്ലാത്തൊരു സൈറൻ? ഇതിന്നല്ല, വാഴക്കൊലയ്ക്ക് ഗ്യാസ് ട്രബിളോ? ഇതല്ല. എന്താടാ അവിടെ ഒരു സൗണ്ട്? ഇത് എവിടെ നിന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ പാറേ മാതാവേ, മസാല കൂട്ട് വാങ്ങിച്ചപ്പോ ഒരു സെൽഫോൺ ഫ്രീ. നീ ഇറങ്ങി കൊണ്ടുവന്നേ. ദവന്മാരായിരിക്കും. എന്തേ നീ? ഇതാരിന്റെയാണ് ഫോണ്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബാ? 9:30 പൊട്ടും. ഏതോ സപ്പറിന്റെ മെസ്സേജാ. MLA മുഹമ്മദ് കുട്ടി. ഈ നേരാണ് ഈ പറയണത്? ആയിരിക്കും. ഒന്നിനും പഠിക്കാത്ത ദുഷ്ടക്കൂട്ടങ്ങൾ അവര്. എങ്ങോട്ടാടാ നീ ഓടുന്നത്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 9:30 മണിക്ക് അത് പൊട്ടിത്തെറിക്കും. കഴിവറ മോനെ, ഇതിനിടയ്ക്ക് നീ അതും പഠിച്ചോ? കോപ്പേ, ഈ ഫോണിൽ പറഞ്ഞാ തന്റെ കുട്ടി സാഹിബിന്റെ ഫോണോ ഇത്? എന്തെന്ന് സെർച്ച് ചെയ്യാനുണ്ടോ? അമ്പലപ്പറമ്പിൽ മനുഷ്യന്മാര് ബന്ധു വെണ്ണീരാകാൻ പോണ്. അന്ന ബൈലെടുത്ത് അച്ഛൻ എന്റെ മോനെ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കോ. അതിനു മുമ്പ് ആ ബോംബ് പൊട്ടാണ്ടിരിക്കുന്ന ബൈ നോക്കിയെങ്ങായി. പുല്ലേ, ബോംബും വെടിയൊക്കെ പൊട്ടു നോക്കാൻ പോലീസുകാരുണ്ട്. താനും മോനും കൂടി വലിയ ഏമാൻ കളിയൊന്നും വേണ്ട. ഇയാളെ പിടിച്ച് ജീപ്പിൽ കയറോ? എന്തിന്? എന്താ എന്റെ പേരിലെ കേസ്? കേസ് അറിഞ്ഞാൽ താൻ ജീപ്പിൽ കയറത്തോളല്ലയോ? അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ധൈര്യം ഉണ്ടെ കൊണ്ടുപോ, കാണട്ടെ. ധൈര്യം ഞാൻ കാണിക്കാനാ പുല്ലേ. താൻ കിട്ടി. ഇത് ചതിയാണ്. മണി 9:20. 10 മിനിറ്റ് കൂടി ഉള്ളൂ. ആൾക്കാരോട് പുറത്തേക്ക് പോയിക്കോളാൻ പറയൂ. ശരി. സ്വാമി ആശ്രമത്തിലേക്കാണോ? അല്ല, ഉത്സവ കമ്മിറ്റി ഓഫീസ് കാണും. സ്വാമി ഇവിടെ തന്നെ ഉണ്ടാകണം. കല്യാണത്തിന്റെ തലേന്ന് തന്നെ വേണമായിരുന്നോ ഈ അടിയുമ്പോളൂ? ഒരു കാര്യം ചെയ്യും, അബുവിനോട് എന്റെ വീട്ടോട്ട് വരാൻ പറ. അവിടെ ആകുമ്പോൾ ആരും സംശയിക്കില്ല. വേണ്ട, സാഹിബ് ഇപ്പൊ അയാളെ കൊണ്ടെങ്കിലും മാറ്റിട്ടുണ്ടാവും. അബു വരുന്നു.
ഡോക്ടർ അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാവരോടും മാറിക്കോളാൻ പറ. ബോംബോ? ഞാൻ പറയുന്നത് സത്യമാണ്. ശേഖരമാമേ, ആയിഷാദിലൊക്കെ എവിടെ? അയ്യോ എന്റെ ഭഗവതി, ആനക്കുട്ടിലും ചുറ്റമ്പലത്തിന് ബോംബുണ്ട്, എല്ലാവരും ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, ബോംബ് വെച്ചിട്ടുണ്ടേ. സ്വാമി, ആനക്കുട്ടിലും ചുറ്റമ്പലത്തിലും ബോംബ് വെച്ചിട്ടുണ്ട്, ആൾക്കാരോട് ഓടി മാറാൻ പറ. ഞാൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ക്ഷേത്രത്തിനകത്ത് ബോംബോ? തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാവരും ഓടിക്കോ. പടച്ചവനെ വിചാരിച്ച് ഞാൻ പറയുന്നത് വിശ്വസിക്കുക. പടച്ചോനല്ല, ഇവിടെ ഭഗവതിയാ. ഒരു മുസൽമാനായ താൻ ഈ ക്ഷേത്രത്തിൽ ഉത്സവം മുടക്കാമെന്നാണല്ലേ? ഇവനെ അകത്തേക്ക് വിടരുത്. മോനെ, നീ എന്നെ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലോടോ? നിങ്ങൾ എന്നെ വേണ്ടി പാവങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞില്ല. ബോംബ് വെട്ടി എല്ലാം എന്നിട്ട് ആനക്കുട്ടിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ മാറി നിൽക്കാൻ പറ. അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. ഓടി രക്ഷപ്പെടാ. ആകയാൽ തളിയൂർ ദേവീ ക്ഷേത്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനവും തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും ഒന്നാം പ്രതി തട്ടാൻ കൊല്ലിയിൽ TM അബൂബക്കർ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ തകർക്കാൻ മനുഷ്യത്വരഹിതമായ നരഹത്യകൾ ആസൂത്രണം ചെയ്ത പ്രതിയെ പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരണം വരെ തൂക്കാൻ ഈ കോടതി വിധിക്കുന്നു.